എബ്രോഡിലേക്ക് വരുന്ന സ്റ്റുഡൻസ് മിസ്സാക്കുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി. അതിപ്പോ ഞാൻ നിൽക്കുന്ന പോളണ്ട് ആയാലും ഇറ്റലി ആയാലും ഫ്രാൻസ് ആയിരുന്നാലും UK ആയിരുന്നാലും കാനഡ ആയിരുന്നാലും അങ്ങനെ എവിടെ ആയിരുന്നാലും ആ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാസ്മസ്. എന്താണ് ഇറാസ്മസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ സ്റ്റുഡൻസിനായിട്ട് ഫണ്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ലൈക്ക് അത് ഇന്റേൺഷിപ്പ് ഓർ സ്കോളർഷിപ്പ് പോലെയൊക്കെയുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ ഇറാസ്മസ് പ്രോഗ്രാമിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. വൺ ഓഫ് ദ അട്രാക്റ്റീവ് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കൺട്രിയിൽ പോയി പഠിക്കാൻ പറ്റുന്ന അവസരം. EU തന്നെ പെടുന്ന വേറൊരു കൺട്രിയിൽ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരം. നമ്മൾ ഏത് കോഴ്സാണോ പഠിക്കുന്നത് ആ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെ ആ കൺട്രിയിൽ നമുക്ക് പോയി പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ട്യൂഷൻ ഫീസ്, നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് അല്ലെങ്കിൽ ഫുഡിന് ചിലവാകുന്ന കാശ്, കാര്യങ്ങളൊക്കെ ഒരു സബ്സിഡി പോലെയോ ഒരു സ്കോളർഷിപ്പ് പോലെയോ നമുക്ക് കിട്ടും. അപ്പൊ ഇന്ന് +2 റിസൾട്ട് വന്ന എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇറാസ്മസിന്റെ ഇനി അടുത്ത എലിജിബിലിറ്റി എന്താണെന്ന് അതാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം, ഇതൊരിക്കലും നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തൊരു സ്റ്റുഡന്റിന് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് അപ്ലൈ ചെയ്യുന്ന ആള് ഇവിടെ ഉണ്ടായിരിക്കും. കാരണം വിസ കിട്ടി ഇവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനാണ് ഈ ഒരു ഇറാസ്മസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞോ അല്ലെങ്കിൽ അതിനുശേഷം സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞു. അതിപ്പോ ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് നമ്മുടെ കറസ്പോണ്ട് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഡിപ്പാർട്ട്മെന്റ് കാണും. ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഈ ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ നമ്മളൊരു ഗുഡ് സ്റ്റുഡന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് മാർക്ക് നമ്മുടെ കഴിഞ്ഞ ഇവിടെ പഠിച്ച സെമസ്റ്റേഴ്സിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്റ്റുഡൻസിനാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമും സ്കോളർഷിപ്പും ഒക്കെ കിട്ടുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജ് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് കയറി നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ വരുന്ന കൂടുതൽ പേർക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള കാര്യം അറിയില്ല. സോ നിങ്ങൾ എബ്രോഡ് നിൽക്കുന്ന ഫ്രണ്ട്സിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫർമേഷൻസിന് വേണ്ടി ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക.